നമസ്കാരം. പൊതുവെ ആളുകൾ പറയാറുണ്ട്, നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്ന കഞ്ചാവ്, MDMA പോലെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം, വിൽപ്പന, ഇതൊക്കെ തടയാൻ കഴിഞ്ഞാലും തടയാൻ കഴിയാത്ത സാമൂഹിക വിപത്താണ്. സമൂഹത്തിനെ ഏറ്റവും കൂടുതൽ മോശമായിട്ട് ബാധിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് സ്ത്രീധനവും മറ്റൊന്ന് കൈക്കൂലിയെന്ന്. തീർച്ചയായിട്ടും നമുക്ക് MDMAയും കഞ്ചാവും പോലെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും തടയാൻ കഴിഞ്ഞാലും ഇത് രണ്ടും തടയാൻ കഴിയില്ല എന്നാണ് പറയുന്ന ആളുകൾ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നതെന്നറിയോ നിങ്ങൾക്ക്? ഈ ഡൗറി ആയാലും അല്ലെങ്കിൽ കൈക്കൂലി ആയി കഴിഞ്ഞു കഴിഞ്ഞാലും വാങ്ങുന്ന ആളെപ്പോലെ തന്നെ കൊടുക്കുന്ന ആളും അത് നോർമലായിട്ട് കണ്ടുകൊണ്ടാണ് കൊടുക്കുന്നത്. ചെയ്യുന്നൊരു തെറ്റാണ് അല്ലെങ്കിൽ ഒരു തെറ്റിനാണ് കൂട്ടു നിൽക്കുന്നത് എന്ന് ഇവരുടെ ആരുടെയും ബോധത്തിലില്ല. അതായത് വാങ്ങുന്ന ആൾ വാങ്ങി കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥൻ വാങ്ങി അതങ്ങ് ശീലായി, അതൊരു നോർമൽ സംഭവമായി. ഒരു തെറ്റ് കുറേ പ്രാവശ്യം ചെയ്യുമ്പോൾ അത് ശരിയാണെന്ന് തോന്നുമല്ലോ, അല്ലെങ്കിൽ ശരി എന്നതിനേക്കാൾ അപ്പുറത്തോട്ട് അതൊരു നോർമൽ സംഭവമായിട്ട് തോന്നുമല്ലോ. അങ്ങനെ നോർമലായിപ്പോയി. അതുപോലെ തന്നെയാണ് സ്ത്രീധനത്തിൻ്റെ കേസും. ചെയ്യുന്നത് തെറ്റാണ്, സ്ത്രീധന നിരോധന നിയമം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ള ബോധമൊക്കെ ആളുകളുടെ മനസ്സിൽ നിന്ന് പോയി. കാരണം നോക്കുമ്പോൾ അവിടെ കൊടുക്കുന്നുണ്ട്, ഇവിടെ കൊടുക്കുന്നുണ്ട്, അങ്ങനെ അതൊരു സമൂഹത്തിലൊരു നോർമൽ സംഭവമായിപ്പോയി. അതാണ് നമുക്ക് പലപ്പോഴും ഈ ഡൗറി കേസുകൾ ഇഷ്ടം പോലെ വരുമ്പോഴും കൈക്കൂലി കേസുകൾ ഇഷ്ടം പോലെ വരുമ്പോഴും ആ ഒരു കുറച്ച് സമയത്ത് സെൻസേഷണൽ ന്യൂസ് ആവുന്നതിനപ്പുറത്തോട്ട് അതിനെ പൂർണ്ണമായിട്ട് തടയിടാൻ കഴിയാത്തത്, അങ്ങനെ അത് നോർമലായി പോയത് കൊണ്ട് തന്നെയാണ്. കൊച്ചിയിൽ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പോക്ക് ചെയ്ത് കൊടുക്കേണ്ട ഉദ്യോഗസ്ഥ ഒരു നിലയ്ക്ക്, ഒരു ബിൽഡിംഗ് എടുക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് വന്ന ആളോട് ഒരു നിലയ്ക്ക് 5000 വെച്ചിട്ട് 5 നില ബിൽഡിങ്ങിന് 25,000 രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയും അവസാനം അത് പറഞ്ഞ് 15,000 മതിയെന്നാവുകയും കുടുംബസമേതം വണ്ടിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക കൈക്കൂലി കൈപ്പറ്റുകയും അത് വിജിലൻസിൻ്റെ പിടിയിലാവുകയും ചെയ്തു. അങ്ങനെ ഒരു ന്യൂസ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ തൃശ്ശൂരാണെങ്കിൽ ഒരു ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാരൻ്റെ കയ്യിൽ നിന്ന് ആളൊന്നിന് 650 രൂപ വെച്ചിട്ട് കൈക്കൂലി വാങ്ങിയിട്ട് അത് പിടിക്കപ്പെട്ട കേസിനെ കുറിച്ചിട്ടുള്ള ന്യൂസും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള ന്യൂസ് വരുന്നു, ആ സമയത്ത് ഇത് സെൻസേഷണൽ ആവുന്നു, നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു, അത് കഴിഞ്ഞ് പിന്നെയും നോർമൽ ആവുന്നു. പിന്നെ ആരെങ്കിലും പരാതി കൊടുക്കുമ്പോൾ മാത്രമാണ് പിന്നെയും അതൊരു പ്രശ്നമായിട്ട് വരുന്നത്. ശരിക്കും ഈ കൈക്കൂലി എന്ന് പറയുന്ന ഈ ഒരു സംഭവം അത്രത്തോളം നോർമലായിപ്പോയി. അതായത് ഒരു സ്ഥലത്ത് പോയി, ഒരു സർക്കാർ ഓഫീസിൽ പോയി നമുക്ക് ഇന്നേ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലേക്ക് തരുമ്പം ഈ പൈസ അങ്ങ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു നോർമൽ സംഭവമാണ് പണ്ട് മുതലേ. പലർക്കും ഇപ്പോഴും അത് തെറ്റാണ്, അത് ഇല്ലീഗലായിട്ടാണ് വാങ്ങുന്നത് എന്ന് പോലും പലർക്കും അറിയില്ല. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇല്ലീഗലായിട്ടാണ് അത് വാങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ചോദിക്കാതെ തന്നെ പല ഓഫീസുകളിലും, ഇങ്ങോട്ട് കൈക്കൂലി ആവശ്യപ്പെടാതെ തന്നെ പല ഓഫീസുകളിലും അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ അത് ചെയ്യുന്നത് തെറ്റാണ്, ഇല്ലീഗലാണ്, അവർ ചെയ്യുന്ന സർവീസിന് സർക്കാർ സാലറി കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും പലപ്പോഴും നമ്മൾ പലർക്കും അറിയ പോലും ഇല്ല എന്നുള്ളതാണ്. അത്രത്തോളം അത് നോർമലായി പോയിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ 2006 പുറത്തിറങ്ങിയ വാസ്തവം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അതിൽ തിരുവനന്തപുരവും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റും അവിടെയുള്ള ജീവിതങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കാണിക്കുന്നത്. അതിൽ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ, ഐ തിങ്ക് ബാലചന്ദ്ര അടിക എന്ന് പറയുന്ന ക്യാരക്ടർ തിരുവനന്തപുരത്ത് എത്തിയിട്ട് സർക്കാർ സർവീസിൽ കയറിയിട്ട് ആദ്യം വരുന്ന ക്ലയൻറ്റ് തന്നെ, ആദ്യം ഒരു കാര്യം ശരിയാക്കി തരണം എന്ന് പറയുന്ന ക്ലയൻറ്റ് തന്നെ കയ്യിൽ പൈസ പിടിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ആ സീനിൽ നമുക്ക് മനസ്സിലാവും ഇതിനോടൊന്നും താല്പര്യമില്ലാത്ത ആ ഒരു ഉദ്യോഗസ്ഥനിലേക്ക് ഈ പൈസ പിടിപ്പിച്ചു കൊടുക്കുകയാണ്. അതൊരിക്കലും ആ വന്നിട്ടുള്ള ആള്, ആവശ്യം പറഞ്ഞ് വന്നിട്ടുള്ള ആള് അതെ ഇവനെ ഒരു കൈക്കൂലിക്കാരനാക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതല്ല. പിന്നെയോ അവർക്കത് നോർമലാണ്, അങ്ങനെ ചെയ്യേണ്ട കാര്യമാണെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. അത് കിട്ടി പിന്നെ അതിലൂടെ ഈ ഉദ്യോഗസ്ഥർ എന്തായി പോവാണ്, ഇങ്ങനെയുള്ള ആളായി പോവാണെന്നുള്ളതാണ്. പണ്ട് മുതലേ ഈ കാര്യം ഞാൻ പിന്നെയും പറയുന്നത് അത് തന്നെയാണ്. ഈ കാര്യം പണ്ട് മുതലേ നോർമലൈസ് ചെയ്ത് സർവീസിലെത്തുന്ന പുതിയ ആളിത് ഓരോരുത്തരും ഇത് കാണുന്നത് ഒരു നോർമലായിട്ടുള്ള സംഭവമായിട്ട് തന്നെയാണ് അവരുടെ മുമ്പിൽ ഇത് ഇറങ്ങേറുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ്, ഇങ്ങനെ നോർമലായി പോയത് കൊണ്ടാണ് ഇതിനെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയാത്തത്, ഉന്മൂലനം ചെയ്യാൻ കഴിയാത്തത്. ലഹരി അത്രത്തോളം ഇവിടെ വർദ്ധിച്ചു വരുമ്പോഴും നമുക്ക് വലിയ വിഭാഗം അതിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് ഉന്മൂലനം ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. ഡൗറി, സ്ത്രീധനത്തിൻ്റെ കാര്യം പറയുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. അവിടെ ഇത്ര കൊടുത്തു, ഇവിടെ ഇത്ര കൊടുത്തു, അതുകൊണ്ട് നമ്മളും ഇത്ര കൊടുക്കുന്നു എന്നുള്ളത് നോർമലാണ്. അതായത് കൂടുതൽ ഡൗറി കൊടുക്കുന്നത്, കൂടുതൽ സ്ത്രീധനം കൊടുക്കുന്നത് കുടുംബത്തിൻ്റെ അന്തസ്സായിട്ട് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അത് നമുക്ക് ഉന്മൂലനം ചെയ്യാൻ പറ്റാത്തത്. അതായത് ഈ പ്രശ്നങ്ങളായിട്ട് ഉൾക്കൊണ്ട് പരിഹരിക്കാൻ നിൽക്കാത്തത് കൊണ്ടാണ് ഇല്ലാതാക്കാൻ പറ്റാത്തത്. ഇതിനെ പ്രശ്നമായിട്ട് കണ്ട് അതിനെ ചോദ്യം ചെയ്യാനും സമരം ചെയ്യാനും വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ തയ്യാറായാൽ ഇത് ഇല്ലാതാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്നിത് നോർമലല്ല, ഇല്ലീഗലാണെന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കുന്നു, അന്നേ ഇത് ഇല്ലാതാവൂ. ഉദ്യോഗസ്ഥർ വാങ്ങുന്നുണ്ടെങ്കിൽ അവർക്കത് കിട്ടുന്നത് കൊണ്ടാണ്, ചോദിക്കുന്നത് കിട്ടുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ്, നോർമലാണെന്നുള്ള തോന്നൽ കൊണ്ടാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.